ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല പൊൻകുന്നം റൂട്ടിൽ പൂവരണി എന്ന സ്ഥലത്താണ് ഈ അതിമനോഹര ഗംഭീര 3 ബെഡ്റൂം വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെൻറ്റ് സ്ഥലത്തിൽ 1820 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ അതിമനോഹര വീടിന് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. പാല പൊൻകുന്നം ഹൈവേയിൽ നിന്നും 75 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിലേക്ക്. അതും PWD റോഡിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. നല്ലൊരു അതിഗംഭീര വീടെന്ന് തന്നെ പറയാം. കാരണം 4 സൈഡും ഓടെ തന്നെ റൂഫ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഗംഭീര വീടാണിത്. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള മുറ്റമാണ്. ഈ മുറ്റത്തിന് മുന്നിൽ ഈ കാണുന്ന സ്ഥലം നമുക്ക് അഡീഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 22 സെൻറ്റ് ആയിട്ടും കിട്ടും. 22 സെൻറ്റ് ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കാണുന്ന 12 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 22 സെൻറ്റ് സ്ഥലവുമായിട്ട് നമുക്ക് വേണേൽ കിട്ടും. 22 സെൻറ്റ് സ്ഥലവും ഈ വീടിനൂടി 1.25 കോടിയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക. വില നെഗോഷ്യബിളാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു മുറ്റമാണ്. ഒരു 3-4 വണ്ടി ഒരേ സമയം ഇതിൻ്റെ അകത്ത് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. മുൻവശമെല്ലാം പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. അവിടെ ഒരു ചെറിയ വാട്ടർ ടാങ്ക് ഇട്ടിരിക്കുന്ന മീനൊക്കെ വളർത്താമെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇതാണ് ഇവിടെ എല്ലാം ബേബി ബെറ്റിലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ചും ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നു. എത്ര വലിയ വണ്ടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കാർ പോർച്ച് നമുക്ക് നനയാതെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അതുപോലെ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടാണ്. ഒരു വളരെ വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് കൂടിയുണ്ട് ഈ വീടിന്. ഇത് കാർ പോർച്ചാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് നമ്മൾ ടൈലും ഗ്രാനൈറ്റുമാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗംഭീര വീടെന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. നല്ല മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. തേക്കിൻ്റെ ഡോറിലാണ് മെയിൻ ഡോർ തീർത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ സ്വീകരണ മുറിയിലേക്കാണ്. സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള മുറിയാണ്. നമുക്ക് കോർണർ സെറ്റി പോലത്തെ സെറ്റുകൾ ഇട്ടാലും നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഡൈനിങ് ഹോളുമായിട്ട് വുഡേ തന്നെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് അത്യാവശ്യം മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല ഇൻറ്റീരിയർ വർക്കാണ് നടത്തിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ടൈലാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. 6 ടോപ്പ് ക്വാളിറ്റിയിലുള്ള ടൈലാണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് ഹോളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹോളിൻ്റെ നല്ല നീളത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇത് റൂമിലേക്കുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയ ആണ്. അടിയിൽ നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇതാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഇതിലും ഈ ഡൈനിങ് ഹോളിലും ചെയ്തിരിക്കുന്നത്. 4 പാളിയുടെ ഒരു ജനലുണ്ട് ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡിൽ. നല്ല 4x2 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 നല്ല ടോപ്പ് ക്വാളിറ്റി ടൈല്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസ് എല്ലാം നമുക്കത് ഇതെല്ലാം SS റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുരുമ്പ് പിടിക്കുമെന്ന് നമുക്ക് പേടിക്കേണ്ട. ഇതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു കൊച്ചു കൗണ്ടറുണ്ട്. അതും അതിഭംഗിയായിട്ട് തേക്കൻ തടി തീർത്തിരിക്കുന്ന ഇത് ഇൻറ്റീരിയർ വർക്ക് നടത്തി. അതും അതിഗംഭീരമായിരിക്കുന്നു. നമ്മൾ ആദ്യമേ ഫസ്റ്റ് റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതൊരു 2 പാളിയുടെ ജനൽ. അതുകൂടാതെ തന്നെ ഇത് ഒരു 4 പാളിയുടെയും ജനലുണ്ട്. 4 2 6 പാളി ജനലാണ് ഒരു ബെഡ്റൂമിന് വന്നിരിക്കുന്നത്. എന്താ നമുക്കറിയാം, ഇഷ്ടംപോലെ കയറി ഇറങ്ങി പോകാനുള്ള സാധ്യതയുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇത്. ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ്, അതായത് ജാഗ്വാറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ
മെറ്റീരിയലാണ് ഈ ബാത്റൂമിൽ. എല്ലാ സാധനങ്ങളും ടാപ്പുകളാണെങ്കിലും എല്ലാം ജാഗോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീട് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇത് വില പറഞ്ഞ് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഈ വീട് കിട്ടിയാൽ ഇതൊരു അസറ്റാണ്. കാരണം ഇത്രയും നമ്മൾ പണിത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത്രയും ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം. പക്ഷേ റേറ്റും അതുമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് ഈ റൂമിൻ്റെ തന്നെ 2 സിംഗിൾ പാളി ജനലും ഉണ്ട്, ഒരു 2 പാളിയുടെ ഒറ്റ ജനലും ഉണ്ട്. നല്ലവണ്ണം എയർ കയറാവുന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അതുതന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്നും ഏകദേശം 75 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു മൂല്യം നമുക്ക് ഇതൊരു അസറ്റാണ്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്കൊക്കെ നല്ലൊരു അസറ്റാണ്. കാരണം ഹൈവേ സൈഡിൽ ഹൈവേയുടെ യാതൊരുവിധ ശല്യവും ഇല്ലാത്തടത്താണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് അവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അതിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വെറ്റ് ഏരിയ സ്വല്പം താഴ്ന്നു. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതിൻ്റേത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഇത് 2 സിംഗിൾ പാളിയും ഒരു 4 പാളിയുടെയും ജനലാണ്. ഇതൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കിഷ്ടംപോലെ വെളിച്ചവും അതുപോലെ എയറും കിട്ടും. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ വാസ്തു വിധിപ്രകാരം ചെയ്തിരിക്കുന്ന വീടാണ്. കിഴക്കോട്ട് ദർശനത്തിൽ കുഴൽക്കിണറാണ് വെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് ഉള്ള ഒരു ബാത്റൂമാണ് ഇത്. 22 സെൻറ്റ് സ്ഥലവും ഈ വീടിനോട് കൂടി സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 1.25 കോടിയാണ്. നമുക്ക് അത് വേണ്ട. ഈ വീടും കോമ്പൗണ്ടുകളും 10 സെൻറ്റിലാണ്. ഈ 10 സെൻറ്റുമായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് 85 രൂപയാണ് സെല്ലർ ചോദിക്കുന്നത്. വില രണ്ടിലും നെഗോഷ്യബിളാണ്. ഇതാണ് നമുക്ക് കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ അല്ല, എന്നാൽ നമുക്ക് അങ്ങനെ വേണേലും ഫീൽ ചെയ്യും. കാരണം ഒരു ഫുഡ് കൗണ്ടറുണ്ട് അവിടെ. ഇതിൻ്റെ അകത്തൊരു സിങ്ക്. നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് എത്ര ആൾക്ക് വന്നാലും നമുക്ക് പാകം ചെയ്യുന്നതിന് നമുക്കൊരു തടസ്സമില്ലാത്ത രീതിയിലുള്ള നല്ല സ്പേസ് ഉള്ള നല്ല ഒരു കിച്ചണാണ്. അതിൻ്റെ ബോട്ടമിലും ടോപ്പിലും നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അതെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കും തടി അല്ലാതെ ഇതിനൊന്നും ഒരു തടി ഉപയോഗിച്ചിട്ടില്ല. ഇത് ഗ്രാനൈറ്റാണ് ടോപ്പിലിട്ടിരിക്കുന്നത്. ഇത് ഫാബറിൻ്റെ മോഡുലാർ കിച്ചണാണ്. ഫാബറിൻ്റെ ചിമ്മിനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൗവും ഉണ്ട്. എല്ലാം ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. നല്ല അതിമനോഹരമായിട്ട് നല്ല ടൈലുകളാണ് കിച്ചണിലൊക്കെ ഇരിക്കുന്നത്. നല്ല മാച്ചിങ് ആയിട്ടുള്ള, അത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, നല്ല മാച്ചിങ് ആയിട്ടുള്ള ടൈലാണ് നമ്മുടെ വോളുമായിട്ട്. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് നേരെ നമ്മുടെ വർക്ക് ഏരിയ യുടെ ഭാഗത്തേക്കാണ്. അവിടെ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ ഒരു സിങ്ക് ഉണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറുണ്ട്, ഒരു ജനലുണ്ട്. ടോപ്പിൽ നമുക്ക് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. വർക്ക് ഏരിയയിൽ പോലും തേക്കിൻ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു സ്റ്റോറേജ് ഉണ്ട്. അതെ, അവിടുന്ന് നമുക്ക് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ഏരിയയുടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് റൂഫിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ ഉണ്ട്. നമുക്ക് വിശാലമായിട്ട് 4 സൈഡും ഓട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പം നമുക്ക് 4 സൈഡിൽ നിന്ന് അതിൻ്റെ പുറത്ത് അകത്തുനിന്ന് സ്റ്റെയർ കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പണിയാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫിലേക്ക് കയറാനായിട്ട് ഇതുകൊണ്ട് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് നടത്താം. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്, അതുപോലെ വിശാലമായിട്ടുള്ള സ്പേസും ഉണ്ട്. ഇത്രയും നല്ല മനോഹരമായിട്ട് തുണി വിരിക്കാനോ എന്തിനു വേണേലും നമുക്ക് സ്റ്റോറേജ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു
റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. അത് അകത്തുനിന്ന് സ്റ്റെയർ വെച്ചിട്ട് വളരെ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. കാരണം സ്വന്തം ആവശ്യത്തിനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ സെല്ലർ അതുകൂടി കൂട്ടിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഈ വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.